മഹാനായ ഉബാദത്ത് ബിനു സാമിത്ത് റളിയല്ലാഹു തആല അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, മഹാൻ പറയുക, അഖ്ബർനാ റസൂലുള്ളാഹ്, ഞങ്ങളോട് ഹബീബായ തങ്ങൾ പറഞ്ഞു തന്നു, അൻ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ കുറിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്, ഹിയ ഫീ ശഹ്രി റമളാൻ ഫിൽ അശ്റിൽ അവാഖിർ, ലൈലത്തുൽ ഖദർ ഉള്ളത് റമളാൻ മാസത്തിലെ അവസാനത്തെ 10-ലാണ് ലൈലത്തുൽ ഖദർ ഉള്ളത്. ലൈലത്തുൽ 21 രാവിനാണ് ലൈലത്തുൽ ഖദർ, ഔ 23 രാവിനാണ്, ഔ 25 രാവിനാണ്, ഔ 27 രാവിനാണ്, ഔ 29 രാവിനാണ്, ഔ ആഖിറു ലൈലത്തിൻ മിൻ റമളാൻ, റമളാൻ ശരീഫിന്റെ അവസാനത്തെ രാത്രിയിലാണ് ലൈലത്തുൽ ഖദർ ഉള്ളത്. ഇങ്ങനെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദറിനെ കുറിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു, മൻ ഖാമഹാ ഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. ആ ലൈലത്തുൽ ഖദറിന്റെ അന്ന് ഒരാൾ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നിന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ മുൻകഴിഞ്ഞ ദോഷവും വമാ തഅഖർ, അവൻ പിന്നീട് ചെയ്ത ദോഷമൊക്കെ അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കുന്നതാണ്. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, ഒരാൾ ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ഈമാനോടുകൂടെ, വിശ്വാസത്തോടുകൂടെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ നിന്ന് നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. വമാ തഅഖർ, പിന്നീട് ചെയ്ത പാപങ്ങളും അല്ലാഹു അവന് പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇന്ന് ലൈലത്തുൽ ഖദർ നമ്മൾ പ്രതീക്ഷിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് 27 രാവ്, അല്ലേ? അതോടുകൂടെ തന്നെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന ആ സൂറത്തിൽ 3 തവണയാണല്ലോ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലേ? ഓതി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, 3 പ്രാവശ്യമാണ് ലൈലത്തുൽ ഖദർ എന്ന പദം ആ സൂറത്തിൽ ഉള്ളത്. മഹാന്മാര് പഠിപ്പിക്കുന്നു, ആ ഒരു പദത്തിൽ 9 അക്ഷരങ്ങളാണ് ഉള്ളത്. ലൈലത്തുൽ ഖദർ എന്ന ഒരു പദത്തിലുള്ളത് 9 അക്ഷരങ്ങളാണ്. അങ്ങനെ 3 9 27, അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് മഹാന്മാര് പറയുന്നു 3 പ്രാവശ്യം ആ പദം അതിൽ വന്നിട്ടുണ്ട്. ഒരു പദത്തിൽ 9 അക്ഷരങ്ങളാണ് ഉള്ളത്. അങ്ങനെ 3 9 27, അപ്പൊ 27 രാവിനാണ് ലൈലത്തുൽ ഖദർ എന്നും മഹാന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധ ലൈലത്തുൽ ഖദറിനെ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ.